തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യുവ സ്ഥാനാർത്ഥികളാണ് ശ്രദ്ധേയമാകുന്നത്. കൊല്ലം ജില്ലാ പഞ്ചായത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് ഭക്തപ്രിയ. പെരിനാട് ഡിവിഷനിലെ NDA സ്ഥാനാർത്ഥി എന്ന നിലയിൽ മികച്ച പ്രചാരണമാണ് ഈ 23-കാരി കാഴ്ചവെക്കുന്നത്. ഈയൊരു റിപ്പോർട്ടോടുകൂടി തദ്ദേശകം പൂർണ്ണമാവുകയാണ്. തുടർന്ന് പുത്തൻപുലരിയുമായി ശ്യാംബാബു കൊറോച്ചേരും. നമസ്തേ. തദ്ദേശ തെരഞ്ഞെടുപ്പ് പോരാട്ടം ശക്തമാവുകയാണ്. ജനങ്ങൾക്കാകട്ടെ വലിയ പ്രതീക്ഷയാണ് യുവജനങ്ങളിലുള്ളത്. അത്തരത്തിൽ കൊല്ലം ജില്ലാ പഞ്ചായത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പെരിനാട് ഡിവിഷനിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഒരു 23-കാരിയാണ്. എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയ ഭക്തപ്രിയയാണ് ഇത്തവണ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ആദ്യ അനുഭവം അല്ലേ? കോളേജ് പഠനകാലത്തൊക്കെ ചിന്തിച്ചിരുന്നോ ഇത്തരത്തിൽ ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങാൻ സാധിക്കുമെന്ന്? ഇല്ല, ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. അപ്പോഴാണ് എനിക്ക് ഈ അവസരം വന്നത്. അപ്പോൾ ഈ അവസരം ഞാൻ കിട്ടിയ സ്ഥിതിക്ക് എന്തായാലും ഒന്ന് ഇറങ്ങിത്തിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എങ്ങനെ ജനങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പ്രശ്നങ്ങളൊക്കെ പറയാറുണ്ട് അവരുടെ? പറയാറുണ്ട്. അല്ലെങ്കിൽ തന്നെ നമുക്ക് കാണാമല്ലോ, ഇപ്പോൾ റോഡിൻ്റെ പ്രശ്നമായാലും മാലിന്യ കുമ്പാരങ്ങളും എല്ലാം നമുക്ക് കാണാമല്ലോ. അപ്പോൾ കുറച്ച് ഇപ്പോൾ ജനങ്ങളിലോട്ട് ഇറങ്ങി ചെന്നപ്പോഴേക്കും നമുക്ക് അവരുടെ കൂടുതൽ അത് എത്രമാത്രം അവരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായും വലിയ പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത് അല്ലേ? നിങ്ങളെ കാണുമ്പോൾ പറയാറുണ്ടോ? അതെ, എല്ലാവരും ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ, നമ്മൾ യുവജനങ്ങൾ മുമ്പോട്ട് വരുമ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും NDA സ്ഥാനാർത്ഥിയായി ഓരോ വീടുകളിലേക്കും കയറി പോകുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞു പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. അത്തരത്തിലൊരു വികസനം ആഗ്രഹിക്കുന്ന ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. അതെ, ആണ്. ഇപ്പം തന്നെ പലരും ജീവിത നിലവാരം വളരെ താഴെയാണ് അവരുടെ. എന്ന് വെച്ചാൽ അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അവർക്കൊക്കെ എനിക്ക് വാക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നെക്കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യും, അവരെ ഉയർത്തിക്കൊണ്ട് വരും. നമ്മുടെ സാധാരണക്കാർ ഇപ്പം പല പ്രശ്നങ്ങളാണ് നേരിടുന്നത്. ഇപ്പം വെള്ളമായാലും അതുപോലെ തന്നെ റോഡിൻ്റെ ആയാലും പിന്നെ വീട്, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനെല്ലാം പരിഹാരം ഉണ്ടാക്കും എന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര പദ്ധതികൾ പലതുണ്ട്. അപ്പോൾ അതൊക്കെ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടൊരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ ഒരു സാമൂഹിക പ്രവർത്തക അതോടൊപ്പം തന്നെ ഒരു ജനപ്രതിനിധിയായി മത്സരിക്കുകയാണ്, ഒരു ജനവിധി തേടുകയാണ്. അപ്പോൾ കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ശ്രമം ഉണ്ടാവും. ഉണ്ടാവും. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇതിന് ഒരുപാട് പദ്ധതികളുണ്ടല്ലോ. ജലജീവൻ മിഷൻ, അതുപോലെ കിസാൻ സമ്മാൻ നിധി, പിന്നെ ആവാസ് യോജന, അങ്ങനെ ഒരുപാട് പദ്ധതികളുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം അർഹതപ്പെട്ടവർക്ക് കിട്ടണം. അതുപോലെ തന്നെ അവർക്കത് ഞാൻ വാങ്ങിച്ചു കൊടുക്കുമെന്ന് ഞാൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ആദ്യത്തെ ഒരു അനുഭവം, ഈ പ്രചരണമൊക്കെ ഏതുവരെ, എത്ര പഞ്ചായത്തുകൾ പിന്നിട്ടു ഇതുവരെ? ഇപ്പം ഏകദേശം 2 പഞ്ചായത്തുകൾ കവർ ചെയ്തു. അപ്പോഴേക്കും എല്ലാവർക്കും നല്ല പോസിറ്റീവായിട്ടുള്ള ബിഹേവിയറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വിശ്വാസമുണ്ട് ജയിക്കുമെന്ന്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഏകദേശം 2ാം സ്ഥാനത്ത് എത്തിയായിരുന്നു. തുച്ഛമായ വോട്ടുകൾക്കാണ് നമ്മൾ പിന്നിലായത്. അപ്പോൾ ഈ പ്രാവശ്യം എല്ലാവരും കൂടെ ഉണ്ടായതുകൊണ്ട് വിജയിക്കുമെന്ന് നല്ല വിശ്വാസമുണ്ട്. തീർച്ചയായും. എന്തായാലും ഭക്തപ്രിയയോടൊപ്പം അവർക്ക് പിന്തുണയെ നൽകിക്കൊണ്ട് BJP പ്രവർത്തകരുണ്ട്. അതോടൊപ്പം തന്നെ BJP ജില്ലാ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ മത്സരരംഗത്ത് വന്നിട്ട്, അതായത് ഒരു കൗൺസിലർ ആയിരുന്നു, മെമ്പറായിരുന്നു, അതിനുശേഷം ഇപ്പോൾ വീണ്ടും മത്സരരംഗത്തേക്ക് വന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഒരു പശ്ചാത്തലം? ഇപ്പം മുഴുവൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായൊരു സാഹചര്യമാണ് ഈ കൊല്ലം ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളിലും. ഇപ്പോൾ ഭക്തപ്രിയ മത്സരിക്കുന്ന പെരിനാട്, പനയം, തൃക്കരുവ 3 പഞ്ചായത്തുകളിലും ഭാരതീയ ജനതാ പാർട്ടി ഭരണം പിടിക്കുമെന്നാണ് ഉറപ്പുള്ളത്. അതിന് ഏറ്റവും വലിയ നമുക്ക് ഉദാഹരണമായി പറയാനുള്ളത്, ഇടതുപക്ഷ മുന്നണിക്ക് തന്നെ അവരുടെ ഉള്ളിൽ തന്നെ ഇവിടെ തന്നെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായുള്ള ആൾ പാർട്ടിക്കെതിരെ സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ CPMൻ്റെ വൈസ് പ്രസിഡന്റ് അവർ പാർട്ടിക്കെതിരെ സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നു. കോൺഗ്രസിൽ നിന്ന് കഴിഞ്ഞ ട്രിപ്പ് കോൺഗ്രസിൽ 2020 കോൺഗ്രസിൽ മത്സരിച്ച സ്ഥാനാർത്ഥി ഈ ട്രിപ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 2 സ്ഥാനാർത്ഥിയാക്കിയേക്കുന്നു. ഇങ്ങനെ മുഴുവൻ അവർക്കുള്ളിൽ തന്നെയുള്ള പടലപ്പിണക്കങ്ങളും അവരുടെ അഴിമതിയിൽ അവർ മനന്നൊന്ന് അവരുടെ പാർട്ടിക്കാർ തന്നെ അവരുടെ എതിർപക്ഷത്തേക്ക് മാറി ഇടതുപക്ഷം ഈ ജനങ്ങളുടെ വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി കള്ളത്തരങ്ങളുമായി ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നരേന്ദ്രമോദി സർക്കാർ തൊഴിലുറപ്പിൽ 12 മണിക്കൂർ ജോലിയാക്കി എന്നുള്ള തെറ്റായ ഇന്ന് മുതൽ ഇറക്കിയതാണ്. ഇന്ന് ക്യാപെക്സിൽ പോയി നരേന്ദ്രമോദി 12 മണിക്കൂർ ജോലിഭാരം കൂട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആ ലഘുലേഖ തെറ്റായ ഒരെണ്ണം കത്തിക്കുകയും കറുത്ത ബാഡ്ജ് ധരിക്കുകയും തൊഴിലുറപ്പിൽ മുഴുവൻ പോയി ഈ 12 മണിക്കൂർ ജോലിഭാരം നരേന്ദ്രമോദിയാക്കി ഇല്ലാത്ത കാര്യങ്ങൾ നരേന്ദ്രമോദിയുടെ ആയിരക്കണക്കിന് ക്ഷേമ പദ്ധതികൾ ഒന്നും തന്നെ പറയാതെ ഈ സമയം ആകുമ്പോൾ ആടിനെ പട്ടിയാക്കുന്ന സംവിധാനത്തിൽ കള്ളപ്രചരണമായി ഇടതുപക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്.
എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ BJP ക്ക് വലിയൊരു വിജയപ്രതീക്ഷ തന്നെയാണ്. 100% വിജയപ്രതിയാണ്. ഭക്തപ്രിയയുടെ വിജയത്തിൽ യാതൊരു സംശയവുമില്ല. ഭക്തപ്രിയയുടെ കഴിഞ്ഞ വർഷം ജില്ലാ പഞ്ചായത്ത് വളരെ തുച്ഛമായ വോട്ടുകൾക്കാണ് ഈ ജില്ലാ പഞ്ചായത്ത് നമുക്ക് നഷ്ടപ്പെട്ടത്. ഈ പ്രാവശ്യം നമ്മൾ ഏറ്റവും നല്ല യുവത്വത്തെയാണ് മുന്നിലേക്ക് ഇറക്കിയിരിക്കുന്നത്. വ്യക്തമായ ഭൂരിപക്ഷത്തിൽ ഭക്തപ്രിയ ജയിക്കുമെന്നും BJP നിരവധി പഞ്ചായത്തുകൾ ഈ പെരിനാട്, പനയം, തൃക്കരുവ പോലുള്ള നിരവധി പഞ്ചായത്തിൽ ഭരണം പിടിക്കുമെന്നുള്ള യാതൊരു സംശയവുമില്ല. തീർച്ചയായും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പേരുണ്ട്. അതായത് പാർട്ടി പ്രവർത്തകരായിരുന്നവർ, പാർട്ടിയെ വിശ്വസിച്ച് മുന്നോട്ട് പോയിരുന്നവർ, CPM-ൽ നിന്നും ഈ കോൺഗ്രസിൽ നിന്നുമൊക്കെ പിന്നീട് അവർക്ക് സ്വതന്ത്രരായി മത്സരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ BJP വലിയൊരു വിജയപ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. അത് ജില്ലാ പഞ്ചായത്തിൽ ഇപ്പോൾ ഭക്തപ്രിയയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഭക്തപ്രിയ ഉറപ്പായും ജയിക്കുമെന്നാണ് BJP-യുടെ മുതിർന്ന നേതാക്കൾ അടക്കം വ്യക്തമാക്കുന്നത്. എന്തായാലും ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ജനങ്ങൾക്കുമുള്ളത്. അവർക്ക് ഇവിടെ ഒരു മാറ്റം വരണം എന്നുള്ളത് തന്നെയാണ്. അതായത് വികസനം ആരാണോ മുന്നോട്ട് കൊണ്ടുവരുന്നത്, ആരാണോ അടിസ്ഥാന സൗകര്യങ്ങൾ അത് ആ അപര്യാപ്തതയൊക്കെ മാറ്റി ഇവിടെ ജനങ്ങൾക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നത്, അവർ തന്നെ വിജയിക്കുമെന്നുള്ളതാണ് കിട്ടുന്ന പ്രതികരണവും. ബിജു പരൂരിനൊപ്പം എം മനോജ്, ജനം, കൊല്ലം.